ബഹുമാനപ്പെട്ട സെക്രട്ടറി ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. കേരള മുനിസിപ്പൽ സെക്ഷൻ 293 പ്രകാരം ഹരിപ്പാട് നഗരസഭയുടെ വാർഷിക ധനകാര്യ ബഡ്ജറ്റ് അവതരണമാണ് ഇന്ന് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. അതായത് വസ്തുനികുതി മാത്രം വരുമാനം ഉണ്ടായിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന ബഡ്ജറ്റിന്റെ 1/3 തുക ലഭിച്ചത് പ്രാദേശിക ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തുവാനും വികസനത്തിൽ കുതിച്ചുചാട്ടം നടത്തുവാനും വഴിയൊരുക്കി. 2015 രൂപീകൃതമായ നമ്മുടെ നഗരത്തിന്റെ ഭാവിക്കും വികസനത്തിനും ശക്തമായ അടിത്തറയിടുവാൻ നാളിതുവരെ നഗരത്തെ നയിച്ച ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് വികസനത്തിന്റെ പുതിയ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കാൻ ഉതകുന്ന പദ്ധതികളാണ് 2026-27 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹരിപ്പാട് നഗരസഭയുടെ രൂപീകൃതമായതിനു ശേഷമുള്ള 11ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള കർത്തവ്യമാണ് എന്നിൽ വന്നിരിക്കുന്നത്. തുടങ്ങുന്നതിന് മുമ്പായി മഹാന്മാരുടെ ഉദ്ദേശിപ്പിക്കുന്ന വാക്കുകളോ വിഖ്യാതമായ കഥാസന്ദർഭങ്ങളോ കവിതാശകലങ്ങളോ ഒന്നുമല്ല എന്നെ ഇത്തരത്തിൽ പ്രചോദിപ്പിക്കുന്നത്. വർഷങ്ങളായി നിൽക്കുന്ന മേഖലയിൽ നിന്നും ഒഴിവാക്കലും അവഗണനയും തരം താഴ്ത്തലും നേരിട്ടപ്പോഴും തൻ്റെ സ്ഥിരോത്സാഹവും നിശ്ചയദാർഢ്യവും ഒന്നുകൊണ്ട് മാത്രം അക്ഷോഭ്യനായി രംഗത്തു നിന്ന് 136 കോടി ജനതയുടെ പേറുന്ന ഒരു സ്വപ്നം ഈ രാജ്യത്തെ വിശ്വവിജയിയാക്കുവാൻ മുഖ്യ പങ്കുവച്ച സഞ്ജു സാംസൺ എന്ന മലയാളി തന്നെയാണ് എൻ്റെ പ്രചോദിത വ്യക്തിത്വം. വിശ്വജേതാക്കളായ നമ്മുടെ രാജ്യത്തിൻ്റെ ആഘാതത്തിൽ അഭിമാനപൂർവ്വം പങ്കുചേർന്നുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കടക്കുന്നത്. സ്ട്രീറ്റ് മെയിൻ്റെനൻസ്, ടൗൺ ഹാളിന് പടിഞ്ഞാറ് ക്ഷേത്രം വരെയുള്ള ബങ്കുകളുടെ നവീകരണം, 3-ാം വാർഡിലെ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ മിനി ഇൻഡോർ കോർട്ടും ദുരിതാശ്വാസ കേന്ദ്രവും അതിൻ്റെ നിർമ്മാണം തുടങ്ങിയൊക്കെയായി ജനകീയാസന പദ്ധതി പ്രകാരം MP, MLA ഫണ്ട് വഴിയും പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ആകെ 54,19,780 രൂപയുടെ പദ്ധതികൾ പശ്ചാത്തല മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ലഭിച്ചിട്ടില്ലാത്തതിനാൽ ആയതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏറ്റെടുത്തിട്ടില്ല. ആയവ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഭാവിയിൽ ഏറ്റെടുക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു പദ്ധതി കാണാപ്പടി ഷോപ്പിംഗ് കോംപ്ലക്സ് കം മൾട്ടിപർപ്പസ് സെന്ററും അതേപോലെ ഫിഷ് ഹബും സ്ലോട്ടർ ഹൗസും ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായിട്ട് 50 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രധാന പദ്ധതികൾ: ഉൽപാദന മേഖലയിൽ ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി 4 ലക്ഷം രൂപ, ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി 7 ലക്ഷം, നെൽവിത്തിന് സബ്സിഡി 5 ലക്ഷം, ഇടവിള കൃഷി 10 ലക്ഷം, വനിതാ വിപണന കേന്ദ്രം 4.5 ലക്ഷം, തെങ്ങും തൈ വിതരണം 13,74,400 രൂപ. അടുത്ത കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്ക് വേണ്ടിയുള്ളത്. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിക്കൽ 1 ലക്ഷം രൂപ, കുട്ടികളുടെ പാർക്ക് 5 ലക്ഷം, അങ്കണവാടി അനുപൂരക പോഷകാഹാര പദ്ധതി 25 ലക്ഷം രൂപ, അങ്കണവാടികൾക്ക് ചുറ്റുമതിൽ നിർമ്മാണം 10 ലക്ഷം, ഭിന്നശേഷി സ്കോളർഷിപ്പ് 15 ലക്ഷം, അങ്കണവാടി കലോത്സവം 50,000, വയോമിത്രം 10 ലക്ഷം, ആശ്രയ പദ്ധതി 5 ലക്ഷം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 5 ലക്ഷം, പാലിയേറ്റീവ് കെയർ 15 ലക്ഷം, വൃദ്ധർക്ക് സഹായ ഉപകരണങ്ങൾ 7 ലക്ഷം, കോക്ലിയർ ഇംപ്ലാന്റേഷൻ 1.5 ലക്ഷം. അടുത്ത പാർപ്പിട മേഖല, വീട് വാസയോഗ്യത്തിനായി 30,04,200 രൂപ. അടുത്ത ലൈഫ് പദ്ധതി 60 ലക്ഷം. അടുത്ത ആരോഗ്യം, ശുചിത്വം, മാലിന്യ സംസ്കരണ പദ്ധതികളിൽ താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റ് മരുന്ന് വാങ്ങലിനായി 25 ലക്ഷം രൂപ, ആയുർവേദ ഡിസ്പെൻസറി മരുന്ന് വാങ്ങൽ 7 ലക്ഷം, ESCക്ക് മരുന്ന് വാങ്ങൽ 10 ലക്ഷം, വെറ്ററിനറി ആശുപത്രി മരുന്ന് വാങ്ങൽ 7.5 ലക്ഷം, താലൂക്ക് ആശുപത്രി മരുന്ന് വാങ്ങൽ 24,54,400 രൂപ, ഹോമിയോ ഡിസ്പെൻസറി മരുന്ന് വാങ്ങൽ 3 ലക്ഷം രൂപ, താലൂക്ക് ആശുപത്രി 5 ലക്ഷം, താലൂക്ക് ആശുപത്രിയിലേക്ക് എക്സ്റേ ഫിലിം വാങ്ങൽ 3 ലക്ഷം, നഗരസഭ OWC പ്ലാന്റ് 5 ലക്ഷം. അടുത്ത ജലസംരക്ഷണം, കുടിവെള്ളം, കുഴൽ കിണർ നിർമ്മാണം 4 ലക്ഷം രൂപ, വാട്ടർ കിയോസ്ക് 10 ലക്ഷം. അടുത്ത പൊതുവിദ്യാഭ്യാസ മേഖലയിൽ SPC ധനസഹായം 1.5 ലക്ഷം രൂപ.
10ാം തരം +2 തുല്യതാ പരീക്ഷ 2 ലക്ഷം രൂപ. SSK വിഹിതം 5 ലക്ഷം. സ്കൂളുകൾക്ക് വാട്ടർ പ്യൂരിഫയർ 5 ലക്ഷം. സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം 5 ലക്ഷം. ഹരിപ്പാട് ഗേൾസ് HSSൽ പുനരുദ്ധാരണം 10 ലക്ഷം. ഹരിപ്പാട് ഗേൾസ് HS പുനരുദ്ധാരണം 10 ലക്ഷം. സ്കൂളുകൾക്ക് ഉച്ചഭക്ഷണ സാധന സാമഗ്രികൾ 1 ലക്ഷം. ഹരിപ്പാട് ഗവൺമെന്റ് LPS അറ്റകുറ്റപ്പണി 10 ലക്ഷം. DKNM LPS അറ്റകുറ്റപ്പണി 10 ലക്ഷം. ആരു LPS 10 ലക്ഷം. ഗവൺമെന്റ് ബോയ്സ് HSS അറ്റകുറ്റപ്പണി 10 ലക്ഷം. ഗവൺമെന്റ് ബോയ്സ് HS അറ്റകുറ്റപ്പണി 10 ലക്ഷം. സ്കൂളുകളിൽ നാപ്കിൻ ഇൻസിനേറ്റർ 3 ലക്ഷം. നങ്ങ്യാറമ്മ UPS പുനരുദ്ധാരണവും സ്കൂൾ ബസ് പാർക്കിംഗ് ഷെഡ് നിർമ്മാണവും 10 ലക്ഷം. അടുത്ത വനിതാ ക്ഷേമം, വനിതാ സ്വയം തൊഴിൽ 5 ലക്ഷം. വനിതാ വിപണന കേന്ദ്രം 4.5 ലക്ഷം. വനിതാ ഓപ്പൺ ജിംനേഷ്യം 12,35,480 രൂപ. വനിതാ കഫേ, വനിതാ ടോയ്ലറ്റ് 20 ലക്ഷം. വിധവകളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായം 4.5 ലക്ഷം. അടുത്ത പട്ടികവർഗ വികസനം, പട്ടികജാതി കുട്ടികൾക്ക് പഠനമുറി 10 ലക്ഷം. ലൈഫ് പദ്ധതി 15 ലക്ഷം. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് 3 ലക്ഷം. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് 3 ലക്ഷം. വീട് യോഗ്യമാക്കൽ 10 ലക്ഷം. വിവാഹ ധനസഹായം 6.25 ലക്ഷം. ആട് വളർത്തൽ 4,06,000. അടുത്ത യുവജനക്ഷേമം സംസ്കാരം, വാർഡ് 3 മുനിസിപ്പൽ കളിസ്ഥലത്ത് ഇൻഡോർ കോർട്ട് ദുരിതാശ്വാസ കേന്ദ്രം 25 ലക്ഷം രൂപ വകമാറ്റിയിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകം വാങ്ങൽ 5 ലക്ഷം രൂപ. നഗരസഭാ ലൈബ്രറിയിലേക്ക് ബുക്ക് റാക്കും ബുക്കുകളും വാങ്ങൽ 2,11,220 രൂപ. വിവിധ റോഡുകളുടെ പുനരുദ്ധാരണവും 2,48,02,000 രൂപ. സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റെനൻസ് 15 ലക്ഷം. വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെയും പൊതുകെട്ടിടങ്ങളുടെയും പുനരുദ്ധാരണം 80 ലക്ഷം. നഗരസഭ കോൺഫറൻസ് ഹാളിൽ AC സ്ഥാപിക്കുന്നതിനും സൗണ്ട് സിസ്റ്റം സ്ഥാപിക്കുന്നതിനും 4 ലക്ഷം. ഡോഗ് ഷെൽട്ടർ ഹോം 6 ലക്ഷം. ഇത്രയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ. എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യ നിർവഹണമാണ് ഇതെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. മുന്നിരിപ്പ് 7,30,19,984 രൂപ. വരവ് 57,90,09,900 രൂപ. ആകെ 65,28,29,884 രൂപ. ചെലവ് 61,41,02,995 രൂപ. നീക്കിയിരിപ്പ് 4,24,16,880 രൂപ.